الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين صدق الله العظيم. ഏറെ ആദരണീയരായിട്ടുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ സൃഷ്ടാവും നിയന്താവും രക്ഷിതാവും നമ്മുടെ എല്ലാം പരിപാലകനുമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അനിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അന്നഹു സമീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد رسولا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ذاق طعم الإيمان, ഈമാനിൻ്റെ രുചി ആസ്വദിച്ചു. അതാരാണ് ഈമാനിൻ്റെ രുചി ആസ്വദിച്ചത്? മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടവരാണ്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായിട്ട് തൃപ്തിപ്പെട്ട ആളുകൾ. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ റസൂലായിട്ട് തൃപ്തിപ്പെട്ടവരാണ്. നമ്മൾ സാധാരണ കേൾക്കാറുള്ള, പറയാറുള്ള, നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പദമാണ് ഈമാൻ എന്ന് പറയുന്നത്. എന്നാൽ ആ ഈമാൻ രുചികരമായ ഒന്നാണ്. അത് രുചിക്കാൻ കഴിയും, അത് ആസ്വാദ്യകരമാണ്. അതാർക്കാണ് ആസ്വദിക്കാൻ കഴിയുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ഉണ്ട് എന്നറിയുന്നവരല്ല, അള്ളാഹു ആണ് എൻ്റെ റബ്ബ് എന്ന് തൃപ്തിപ്പെട്ടവരാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാം അങ്ങനെ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരല്ല, അതാണ് എൻ്റെ ജീവിത വ്യവസ്ഥ, അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് എന്ന് അതിൽ തൃപ്തിപ്പെടുന്നവരാണ്.
അതുപോലെ തന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ നേതാവാണ്, നായകനാണ്, മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള അത്യുന്നതമായ ഒരു വ്യക്തിത്വമാണ് എന്ന അറിവുകളല്ല. അതിനപ്പുറത്ത് അത് റസൂലാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് എന്ന് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഷഹാദത്ത് കലിമക്ക് രണ്ട് ഭാഗമുണ്ട്. അതിലൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഒന്നാമത്തെ ഭാഗത്തിന്റെ പൂർത്തീകരണവും വിശദീകരണവും കൂടിയാണ് അത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇങ്ങനെ രണ്ട് ഭാഗമാണ് നമ്മുടെ കലിമത്തു തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഈമാനിന്റെ ബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നതിൽ ഉള്ള പരിപൂർണമായ ഈമാനാണ്. സഹോദരന്മാരെ, രണ്ട് തരം വഹ്യുകളുണ്ട്. അതിലൊന്ന് അൽ വഹ്യുൽ ജലിയ് എന്ന് പറയുന്നതാണ്, മറ്റൊന്ന് അൽ വഹ്യുൽ ഖഫിയ് എന്ന് പറയുന്നതാണ്. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്നുള്ളത് തന്നെയാണ്. അതിലൊന്നിനെ നമ്മൾ ഖുർആനായിട്ട് മനസ്സിലാക്കുന്നു, മറ്റൊന്നിനെ ഹദീസായിട്ട് മനസ്സിലാക്കുന്നു. പരിശുദ്ധ ഖുർആൻ എവിടെ നിന്നുള്ളതാണ്? തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്നും ഇറക്കപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് ഖുർആൻ. അത് അൽ വഹ്യുൽ ജലിയ് എന്ന് നമുക്കതിനെ പറയാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു ഖാല റസൂലുള്ളാഹ് ഖാല റസൂലുള്ളാഹ് എന്നിങ്ങനെ കേൾക്കുന്നത് എന്താണ്? അത് അല്ലാഹു തആല തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്ത കാര്യമാണ്. വമാ യൻദിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം എന്തൊക്കെയോ പറയുന്നവനല്ല. അതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നാണ്. അതിനെയാണ് അൽ വഹ്യുൽ ഖഫിയ് എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആനിൽ നമ്മൾ കാണുന്നതല്ലാത്ത വഹ്യും അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല നൽകിയിട്ടുള്ള എല്ലാ വഹ്യും കൂടി പെറുക്കി കൂട്ടി ഒരു പുസ്തകമാക്കി അതിന് ഖുർആൻ എന്ന് പേരിട്ടതല്ല. ഖുർആനായിട്ട് എന്തൊക്കെയാണോ ഇറക്കി കൊടുത്തത് അത് മാത്രമാകുന്നു ഖുർആൻ. ആ ഖുർആനിന്റെ തന്നെ വിശദീകരണം, ആ ഖുർആനിന്റെ തന്നെ വ്യാഖ്യാനം, അതിന്റെ തഫ്സീർ, അതൊക്കെ അല്ലാഹു തആല വേറെ വഹിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വിശ്വാസികളുടെ ഒന്നാമത്തെ ഖിബ്ല എന്ന് പറയുന്നത് ഫലസ്തീനിലുള്ള ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഈ ഫലസ്തീൻ പ്രശ്നം വന്നപ്പോൾ അത് ആവർത്തിച്ച് പറയുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് ഖിബ്ല മാറ്റം എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു സംഭവം നടന്നു. അന്നു മുതൽ വിശ്വാസികളുടെ ഖിബ്ല വിശുദ്ധമായ കഅബയാണ്. പക്ഷേ വിശുദ്ധമായ കഅബയാണ് ഇനി മുതൽ നിങ്ങളുടെ ഖിബ്ല എന്ന് അല്ലാഹു തആല അറിയിക്കുമ്പോൾ, നമ്മൾ സൂറത്തുൽ ബഖറ 143, 144 ഭാഗം ആ ആയത്തൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു പറയുന്നുണ്ട്, വമാ ജഅൽനൽ ഖിബ്ലതല്ലതീ കുൻത അലൈഹാ, ഇതുവരെ നീ തിരിഞ്ഞു നിന്നിരുന്ന ഭാഗത്തെ നാം ഖിബ്ലയായി നിശ്ചയിച്ചത് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബ്ലയായി തിരിഞ്ഞു നിന്നിരുന്നത് അള്ളാഹു തന്നെ നിശ്ചയിച്ചത് കൊണ്ടാണ് എന്ന് അള്ളാഹു ഇവിടെ പറയുകയാണ്. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ 6236 ആയത്തും പരിശോധിച്ചാലും അങ്ങനെ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിൽക്കണം എന്നൊരായത്ത് കാണാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എപ്പോഴാണ് ഇത് നിശ്ചയിച്ചത്? നീ ഇതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ഈ ഖിബ്ല, അതായത് ബൈത്തുൽ മഖ്ദിസ്,
ആ ഖിബിലയെ, അങ്ങനെ ആ ഭാഗത്തെ നാം ഖിബിലയായി നിശ്ചയിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ അള്ളാഹു ആണത് നിശ്ചയിച്ചത് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആ ആയത്തിറങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിൽക്കണം എന്നൊരായത്ത് ഇറങ്ങിയതായിട്ട് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ പിന്നെ എവിടെയാണ് അങ്ങനെ നിശ്ചയിച്ചുകൊണ്ടുള്ള വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ ഖുർആനിൽ ഉള്ള വഹയല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ തന്നെ അറിയിച്ചു കൊടുത്തതാണ്. അങ്ങനെ ഖുർആൻ അല്ലാത്ത വഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകുന്നുണ്ട്. വേറെയും ഉദാഹരണങ്ങൾ നമുക്ക് അധിക പഠനം ഉദ്ദേശിക്കുന്നവർക്ക് ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിനെ ഒരു കേവല ഗ്രന്ഥമായി കൊണ്ടല്ല അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. ഒരു മുസഹഫ് എവിടെയോ ഒരിടത്ത് ഇറക്കുക എന്നതല്ല ചെയ്തിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ, എങ്ങനെയുള്ളവനാണ് അവൻ, അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അടിമയുടെ മേൽ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ള. അപ്പൊ പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് അല്ലാഹു തആല പ്രത്യേകമായി തെരഞ്ഞെടുത്ത അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് പറഞ്ഞിടത്തൊക്കെ പറയുന്ന അബ്ദ്, അടിമ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുകയാണ്. അപ്പൊ ഖുർആൻ എന്നത് കേവലമായ ഒരു പുസ്തകമല്ല. ഇനി നമ്മളൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് ഇതിന്റെ അർത്ഥം എന്തായിരിക്കുമെന്ന് നമ്മുടെയൊക്കെ ബുദ്ധി ഉപയോഗിച്ച് വിശദീകരിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടെന്ന ഒരു പരിമിതിയും ആ കിതാബിനില്ല. കാരണം അതങ്ങനെ ഒരു കേവല കിതാബായിട്ട് ഇറങ്ങിയിട്ടുള്ളതല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറങ്ങിയിട്ടുള്ളതാണ്. ആരാണ് ഈ റസൂലുള്ളാഹ്? ആരാണ് ഈ വേദഗ്രന്ഥം ഇറക്കപ്പെട്ടിട്ടുള്ള നബി? അള്ളാഹു പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഔദാര്യം ചെയ്തിരിക്കുന്നു. എങ്ങനെ? അവരിൽ നിന്നു തന്നെ ഒരു റസൂലിനെ അവരിലേക്ക് അയച്ചുകൊണ്ട്. എന്താണ് ആ റസൂലിന്റെ പണി? ഇങ്ങനെ ലഭിച്ചിട്ടുള്ള ഒരു കിതാബ് കൊണ്ടുപോയി മറഞ്ഞു കളയുക എന്നതാണോ? അങ്ങനെ ഒരു കേവല ഗ്രന്ഥമായിട്ട് ഒരു കിതാബ് ഇറക്കി അത് കാണിച്ചു കൊടുത്ത് വിശദീകരിച്ചു കൊടുത്ത് പൊയ്ക്കളയുക എന്നതാണോ? അല്ല. യത്ലു അലൈഹിം ആയാതി, അള്ളാഹുവിന്റെ ആയത്തുകളെ പാരായണം ചെയ്തു കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. പാരായണം ചെയ്തു കൊടുക്കുക മാത്രമല്ല, അവരെ സംസ്കരിക്കുന്നു. ആ പാരായണം ചെയ്യുന്ന ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ അവരെ സംസ്കരിക്കുകയാണ്. എന്താണ് സംസ്കരണം? എന്തൊക്കെയാണോ വേണ്ടത് അത് നിലനിർത്തുകയും, എന്തൊക്കെയാണോ ഉണ്ടാവേണ്ടത് അത് കൂട്ടിച്ചേർക്കുകയും, എന്തൊക്കെയാണോ ആവശ്യമില്ലാത്തത് അത് വെട്ടിയൊഴിവാക്കുകയും ചെയ്യുക. ഇതാണ് സംസ്കരണം എന്ന് പറയുന്നത്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പിന്നെ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്? കിതാബും ഹിക്മത്തും പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഉള്ള ഒരു നബിയുടെ മേലാണ് പരിശുദ്ധ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ പാരായണം ചെയ്യുന്ന, സംസ്കരിക്കുന്ന, വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന, ഹിക്മത്ത് പഠിപ്പിക്കുന്ന റസൂൽ, അങ്ങനെയുള്ള ഒരു റസൂൽ വരുന്നതിന് മുമ്പുള്ള സ്ഥിതി എന്താണ്? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവർ വ്യക്തമായ വഴികേടിലാണ് എന്നതാണ്. അത് 1400 കൊല്ലം മുമ്പുള്ള കാര്യം മാത്രമല്ല, ഇന്നും ആരുടെ ഹൃദയത്തിനകത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവുണ്ടാകുന്നില്ലയോ, ആരുടെയെല്ലാം മനസ്സിനകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ റസൂലായിട്ട് തൃപ്തിപ്പെടുന്ന റിളയുണ്ടാകുന്നില്ലയോ, അവിടെയൊക്കെ ഈ ദലാലത്ത് തന്നെയാണ് ഉണ്ടാവുക എന്നർത്ഥം. അപ്പോൾ വെളിച്ചമുണ്ടാകണമെങ്കിൽ, പ്രകാശമുണ്ടാകണമെങ്കിൽ
മുന്നോട്ട് പോകാനുള്ള സത്യസന്ധമായ യഥാർത്ഥമായ വഴി കാണണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ റസൂലായിട്ട് സ്വീകരിക്കണം എന്നാണ്. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് പരിശുദ്ധ ഖുർആനിലെ നിയമങ്ങളെ വിശദീകരിച്ചു തരുന്നത്. അഖീമുസ്സലാ, അള്ളാഹു പറയും നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. ഈ അസ്വല എന്ന് പറഞ്ഞാൽ തന്നെ നിസ്കാരമാണെന്ന് ആരാ പഠിപ്പിച്ചു തരാ? ചില ആൾക്കാർ പറയാറുണ്ട് 5 വക്ത് നിസ്കാരം ഖുർആനിലുണ്ടോ? അപ്പൊ പെട്ടെന്ന് 5 വക്ത് ഉണ്ടോ, അതിൽ 3 ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരാണെന്ന് തന്നെ പഠിപ്പിച്ചു തരുന്നത് ആര് വേണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണം. കാരണം ഈ പദം കൊണ്ട് മാത്രം നമ്മളിങ്ങനെ നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങി സലാം വീട്ടുന്നത് വരെ നിർവഹിക്കുന്ന ആ പ്രത്യേകമായ കർമ്മമാകുന്നു എന്ന് ആ ഒരു പദത്തിന്റെ ഡിക്ഷണറി വെച്ച് അർത്ഥം നോക്കിയാൽ മനസ്സിലാവുകയില്ല. കാരണം ഖുർആനിൽ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ സ്വലാത്ത് ചെല്ലാനും ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് ഇതേ പദം കൊണ്ടാണ്. അപ്പോൾ അത് സ്വലാത്താണ് എന്നും സ്വലാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്താണ് എന്നും ഇത് അഖീമുസ്സലാ എന്ന് പറയുന്ന ഇസ്ലാം കാര്യത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഈ സ്വലാത്താണ് എന്നും മനസ്സിലാക്കണമെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ എന്ത് എന്ന് കണ്ടെത്തണം, അതിനെ അംഗീകരിക്കണം, അതിനെ ഉൾക്കൊള്ളണം. അപ്പോൾ മാത്രമേ 5 വക്ത് മാത്രമല്ല 1 വക്തെങ്കിലും ഖുർആനിലുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ആ സ്വലാത്ത് പഠിപ്പിച്ചു തന്നത് എന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ്. അപ്പൊ റസൂലുള്ളാഹി പറയും സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടത് അപ്രകാരം നിങ്ങൾ നമസ്കരിക്കുക. എന്താണോ എന്റെ സ്വലാത്ത് അതാണ് നിങ്ങൾ സ്വലാത്തായിട്ട് സ്വീകരിക്കേണ്ടത്. കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. അതെപ്പോഴാണ്? അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിലാണ്. ഈ എണ്ണപ്പെട്ട ദിവസം ഏതാണ്? എണ്ണപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഏതാണ്? അതിനെങ്ങനെ കണക്കാക്കാൻ കഴിയും? അപ്പോൾ അതിങ്ങനെ ഗവേഷണം നടത്തി നിങ്ങൾ കണ്ടെത്തി പ്രയാസപ്പെടേണ്ടുന്ന യാതൊരു പരിമിതിയും ഇതിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൽപ്പനയെ എങ്ങനെയാണോ കാണിച്ചു തന്നത്, കാരണം യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ ഖുർആനിന്റെ വ്യാഖ്യാനമായിട്ട് അൽ വഹിയുൽ ഖഫിയ് എന്ന് പേര് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള മറ്റു വഹിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഇൽമനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, കാണിച്ചു തരുന്നു, പഠിപ്പിച്ചു തരുന്നു. വആതു സക്കാ, സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പദത്തിന്റെ അർത്ഥം നോക്കിയിട്ട് അത് സംസ്കരണത്തെ കുറിച്ചാണ് പറയുന്നത്, ശുദ്ധീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യാഖ്യാന കസർത്തുകളിലേക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് വേദം പഠിപ്പിച്ചു തരിക, കിതാബ് പഠിപ്പിച്ചു തരിക, ഹിക്മത്ത് പഠിപ്പിച്ചു തരിക. ആ റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് സക്കാത്ത്, അതെങ്ങനെയാണ് ശേഖരിക്കേണ്ടത്, എങ്ങനെയാണ് അത് സംഭരിക്കേണ്ടത്, എങ്ങനെയാണ് അത് വിതരണം ചെയ്യേണ്ടത് എന്നെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹജ്ജ് എങ്ങനെയാണ്, കച്ചവടം ചെയ്യേണ്ടത് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൽ പാലിക്കേണ്ടത് മര്യാദകൾ, എന്തൊക്കെയാണ്, എവിടെയാണ് നിങ്ങൾ സൂക്ഷ്മത പുലർത്തേണ്ടത്, എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിച്ചെങ്കിൽ മാത്രമേ ദീൻ അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാൻ പറയുന്നത് ആരാണ്? യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹു തന്നെയാണ്. അല്ലയോ വിശ്വസിച്ചവരെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വലാ തുബ്തിലു അഅമാലക്കും, അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂലിനെ അനുസരിക്കുക, നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമാക്കി കളയാതിരിക്കുകയും ചെയ്യുക എന്നാണ്. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കേണ്ടത്? ചില ആളുകൾ, ഭൗതികന്മാരായ പല ആളുകളും പറയുന്നു മുഹമ്മദ് നബിയോട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, സ്നേഹമാണ്, ആദരവാണ്. 6-ാം നൂറ്റാണ്ടിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ പണിയെടുത്ത ഒരു നല്ല നേതാവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദരിക്കുന്നു ബുദ്ധനെ, യേശുവിനെ, അതുപോലെ തന്നെ ഒരുപാട് വിവേകാനന്ദനെ, മഹാത്മാഗാന്ധിയെ, ഒരുപാട് നേതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു നല്ല നേതാവ്, ഒരുപാട് ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിലൊക്കെ ഒരു ഫോട്ടോയും വെക്കാം, അങ്ങനെ കിട്ടുകയാണ്. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ അതെന്ത് യുക്തിയാണ്?
കാരണം 1400 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ എത്ര മാറ്റമുണ്ട്. അന്നത്തെ ഒരു കാഴ്ചപ്പാടും ഇന്നത്തെ ജീവിത കാഴ്ചപ്പാടും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞത് ഇന്ന് നടപ്പിലാക്കാൻ കഴിയുകയില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, പറയുക അവരോട്, ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹാ ഇലയ്യ, ഇങ്ങനെ മനുഷ്യനാണ് എന്നതോടൊപ്പം പ്ലസ് എന്തുണ്ട്? യൂഹാ ഇലയ്യ, അള്ളാഹുവിൽ നിന്നുള്ള വഹി ലഭിക്കുന്നുണ്ട്. അള്ളാഹുവിന് ഭൂതം, വർത്തമാനം, ഭാവി ഇത്തരത്തിലുള്ള കാലപരമായ ഒരു പരിമിതിയും ഇല്ല. 6-ാം നൂറ്റാണ്ട്, 7-ാം നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ട് അങ്ങനൊന്നുമില്ല. എല്ലാ കാലവും പടച്ച, എല്ലാ മനുഷ്യരെയും പടച്ച, എല്ലാറ്റിന്റെയും നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്ന അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹിയാണ്. അതുകൊണ്ടാണ് അന്ന് 6-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ ഒക്കെ പറഞ്ഞത് തന്നെയാണ് 21-ലും 22-ാം നൂറ്റാണ്ടിലും പാകമാവുക. എന്തുകൊണ്ടാണ്? യൂഹാ ഇലയ്യ, അള്ളാഹുവിൽ നിന്നുള്ള വഹിയുടെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ ജീവിക്കാനുള്ള ജീവിത വഴി കാണിച്ചത്, വരച്ചു കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്നത്തെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ അംഗീകരിക്കുകയോ മദ്ഹ് പാടുകയോ പാടിപ്പുകഴ്ത്തുകയോ ചെയ്താൽ മതിയാവുകയില്ല. ഇന്നത്തെയും നേതാവായിട്ടും പിൻപറ്റപ്പെടേണ്ടുന്നയാളായിട്ടും അംഗീകരിക്കാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് ഒരാൾ സന്മാർഗത്തിലേക്ക് എത്തുകയുള്ളൂ. ഈ പരിശുദ്ധ ഖുർആൻ ആരാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? അതേ ആളുകൾ തന്നെയാണ് വിശുദ്ധ ഹദീസുകളും നമുക്ക് നൽകിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ നമുക്ക് വേറെ എവിടെയെന്നോ ലഭിക്കുകയും ഹദീസുകളൊക്കെ ഇനിയും മറ്റെവിടെ നിന്നോ ലഭിക്കുകയും അല്ല ചെയ്തിട്ടുള്ളത്. നമുക്ക് പരിശുദ്ധ ഖുർആൻ കൈമാറ്റം ചെയ്ത് തന്നിട്ടുള്ളവർ തന്നെ ആദ്യകാലത്ത് വാമൊഴിയായും പിന്നീട് എഴുതി തയ്യാറാക്കിയ ഗ്രന്ഥങ്ങളായി ആരാണോ നമുക്ക് നൽകിയത്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലിക്കൽ ഫൗസുൽ അദീം. ആദ്യകാലത്തുണ്ടായിരുന്ന ആളുകൾ, മുഹാജിറുകളിൽ നിന്നും അൻസ്വാരികളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്ന ആളുകൾ, സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റുന്ന ആളുകൾ, അങ്ങനെയുള്ളവരാരോ അവരെ പറ്റി അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ പറ്റി അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ റളിയല്ലാഹു അൻഹും വറദൂ അൻ, അള്ളാഹിനെ കുറിച്ച് അവരും തൃപ്തിപ്പെട്ടു, അവരെ കുറിച്ച് അള്ളാഹുവും തൃപ്തിപ്പെട്ടു. ഇങ്ങനെ തൃപ്തിപ്പെട്ട മുൻഗാമികളാണ് നമുക്ക് ഖുർആൻ തന്നത്. അവർ തന്നെയാണ് ഹദീസും തന്നിട്ടുള്ളത്. അപ്പൊ ഒന്ന് വിശുദ്ധമായ ഒരു വഴിയിലൂടെ ലഭിക്കുകയും മറ്റൊന്ന് എവിടെയെന്നോ ലഭിക്കുകയും ചെയ്തിട്ടുള്ളതല്ല. പരിശുദ്ധ ഖുർആനിനെ നമുക്ക് അംഗീകരിക്കണമെങ്കിൽ പരിശുദ്ധ ഹദീസുകളെയും നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ആ ഹദീസുകൾ വന്ന വഴിയും ഖുർആൻ വന്ന വഴി തന്നെയാകുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാകേണ്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലുൽ അംരി മിൻകും, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക, നിങ്ങളുടെ കൂട്ടത്തിലെ നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ നിങ്ങൾ അനുസരിക്കുക. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അവ്യക്തതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ വീക്ഷണ വൈജാത്യങ്ങളോ അങ്ങനെ വല്ല പ്രതിസന്ധിയും ഉണ്ടെങ്കിൽ നിങ്ങൾ മടക്കണം ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കണം എന്നാണ്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാലിക ഖൈറുൻ, അതാണ് നല്ലത്. വഅഹ്സനു തഅ്വീലാ, ഏറ്റവും നല്ല പര്യവസാനം ഉള്ളതും അതിനു തന്നെയായിരിക്കും എന്നാണ്. അള്ളാഹു പറഞ്ഞല്ലോ, ഖുൽ, പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹ്ബിബുക്കുമുല്ലാഹ്, അപ്പോൾ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും, ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കാരുണ്യം ചെയ്യുന്നവനാണ്. ഖുൽ, പറയുക, അത്തിഉല്ലാഹ വർ റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, ആരെങ്കിലും പിന്തിരിഞ്ഞു കളയുന്നുവെങ്കിൽ,
അല്ലാഹു തആല നിഷേധികളെ ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്ന് നീ അവരോട് പറയുക. പരിശുദ്ധ ഖുർആൻ സൂറ ആൽ ഇംറാനിൽ 31, 32 ആയത്തുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണത്തേതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസരമാണ് ഇപ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് ധാരാളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിപ്പോൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞങ്ങൾക്കാണ് സ്നേഹം എന്ന് മത്സരബുദ്ധിയോടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേരമാണിപ്പോൾ. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅയ ഫിൽ ജന്ന. എന്റെ ചര്യകളെ ആരാണോ സ്നേഹിക്കുന്നത്, സുന്നത്ത് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിൽ വ്യവഹരിക്കപ്പെടുന്ന ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും എന്ന ഐച്ഛിക കാര്യങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. അതിനെക്കുറിച്ചല്ല, അതുൾപ്പെടെ എന്റെ ചര്യ എന്നതാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോവുകയാണ്. ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ. അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല എന്ന് പറഞ്ഞ് രണ്ട് കാര്യം ഉപേക്ഷിച്ചു പോയതിൽ ഒന്ന് അള്ളാഹുവിന്റെ കിതാബ്, മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഈ രണ്ട് കാര്യത്തിൽ പറയപ്പെട്ട സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സുന്നത്തിനെ ആരാണോ സ്നേഹിക്കുന്നത് അവർ എന്നെ സ്നേഹിക്കുന്നവരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇനി ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് കാന മഅയ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലാണെന്ന് മാത്രമല്ല എന്നോടൊപ്പം, അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗ്ഗത്തിലാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കൃത്യമായ വഴിയുണ്ട്, വളരെ കൃത്യമായ നേതൃത്വമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാകുന്നു സ്വതന്ത്രമായ നേതൃത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാകുന്നു സത്യത്തിന്റെ മാനദണ്ഡമായ നേതൃത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാകുന്നു ചോദ്യം ചെയ്യപ്പെടാതെ നമുക്ക് അനുസരിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടുള്ള ഏകമായിട്ടുള്ള മാതൃക. അള്ളാഹു പറയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമ്മൾ പരലോക വിശ്വാസത്തെ കുറിച്ച് പറയുന്നു, നമ്മൾ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നു, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതിനെ കുറിച്ച് പറയുന്നു. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ആ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്തിന് മുൻഗണന കൊടുക്കണം, എന്ത് വേണ്ടെന്ന് വെക്കണം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് പറയേണ്ടത് തുടങ്ങി എല്ലാറ്റിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. അത് ഏറ്റവും നല്ല മാതൃകയാണ്, ഉത്തമമായ മാതൃകയാണ്. അത് സ്വീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ്. അതുകൊണ്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും ഇടയിൽ നിങ്ങൾ വേർതിരിവ് കാണിക്കാൻ പാടില്ല. അതിനെ ഒരു പുരോഗതിയായിക്കൊണ്ട്, പരിഷ്കാരമായിക്കൊണ്ട്, ഒരു ഫാഷനായിക്കൊണ്ട് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് എന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം അമർത്തി ഊന്നി പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ കിതാബ്, കലാം, പരിശുദ്ധ ഖുർആൻ ആര് നമുക്ക് നൽകിയോ അവർ തന്നെയാണ് ഈ ഹദീസുകളും നമുക്ക് നൽകിയിട്ടുള്ളത്. ആ ഖുർആനിനെ എങ്ങനെയാണ് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുക? അത് ഹദീസുകളുടെ പഠനം കൊണ്ടും ആ ഹദീസ് പ്രാവർത്തികമാക്കിക്കൊണ്ടും മാത്രമാണ്. വളരെ നല്ല ഒരു നിഷേധ പ്രവണതയാണ് ഹദീസുകളെ അങ്ങ് നിഷേധിച്ച് കളയുക. അപ്പോൾ പിന്നെ പ്രായോഗികത മുഴുവനായും ഇല്ലാതായി. പിന്നെ ഈ ഖുർആൻ എന്ന് പറയുന്നത് ആർക്കും പ്രത്യേകിച്ച് അനുധാവനം ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ കയ്യിലെടുത്ത ഓരോരുത്തർക്കും തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു കേവല ഗ്രന്ഥമായി ഒടുങ്ങി തീർന്നുകൊള്ളുമെന്ന നിഷേധിക്കൂട്ടങ്ങളുടെ ചിന്തയിൽ നിന്നാണ് ഇത്തരം പ്രവണതകൾ ഉണ്ടാകുന്നത് എന്ന് ഗൗരവബുദ്ധ്യ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഉദ്ദേശിക്കുന്ന, അവനിച്ഛിക്കുന്ന, അവനിഷ്ടപ്പെടുന്ന അവന്റെ ഉത്തമദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
أيها الإخوان والأخوات أوصيكم بتقوى الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയമുള്ളവരെ, പടച്ച റബ്ബിനെ തഖ്വ കാണിക്കേണ്ടത് പ്രകാരം തഖ്വ കാണിക്കുകയും ജീവിതത്തിൽ നിന്ന് നമ്മൾ അറിയാത്ത, നാം തീരുമാനിച്ചിട്ടില്ലാത്ത ഏതോ ഒരു നേരത്ത് പരലോകത്തേക്ക് മാറി താമസിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന് പൂർണ്ണമായും കീഴ്വണങ്ങി മുസ്ലിങ്ങളായി തന്നെ തിരിച്ചു പോകാൻ ഒരുങ്ങിയിരിക്കണമെന്ന് പ്രത്യേകമായി ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതവും ഓരോ ശ്വാസനിശ്വാസവും ദുനിയാവിൽ നിന്നുള്ള അകൽച്ചയും നമ്മുടെയൊക്കെ ഖബറുകളിലേക്കുള്ള അടുപ്പവുമാണ് വർദ്ധിപ്പിക്കുന്നത്. അവിടെ നമ്മൾ ഒറ്റക്കാണ്, നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ് നമ്മുടെ കൂടെ കാണുക. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ പാലിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റി ജീവിക്കാൻ നമ്മൾ ഉറച്ച തീരുമാനമെടുക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാൻ. അള്ളാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ഒട്ടനേകം ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരവും നിനക്ക് മാത്രമാണ് അറിയുക. ഏറ്റവും ഖൈറായത് നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാൻ. വിശുദ്ധ ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർ, അല്ലാഹുവേ, അവരുടെ ഷഹാദത്ത് നീ സ്വീകരിക്കണമേ റഹ്മാനെ. അവർക്ക് വിജയം എളുപ്പമാക്കണമേ തമ്പുരാനെ. ബൈത്തുൽ മഖ്ദിസിന്റെ മോചനം സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സന്തോഷ വാർത്ത നൽകിയതാണ്. ഞങ്ങളുടെ ആയുസ്സിൽ തന്നെ അത് കാണാനുള്ള അവസരം നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ശത്രുക്കൾ മനുഷ്യകുലത്തിന്റെ ശത്രുക്കളാണ്. അവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാൻ. ലോകത്തെമ്പാടുമുള്ള മുസ്ലിം ഉമ്മത്തിന്റെ സർവസമ്മതമായ ഒരു നേതൃത്വത്തെ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഉമ്മത്തിനെ എല്ലാ പിളർപ്പുകളിൽ നിന്നും, ശൈഥില്യങ്ങളിൽ നിന്നും, ഗ്രൂപ്പ് വഴക്കുകളിൽ നിന്നും, പരസ്പര സംഘർഷങ്ങളിൽ നിന്നും, സംഘടനകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل الظلم والظالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.